മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ സ്നേഹിച്ചു തുടങ്ങിയിട്ട് കാലമേറെയായി. IPLന്റെ 18 എഡിഷനുകളിലും കളിച്ച 4 ക്രിക്കറ്റർമാരിൽ ഉൾപ്പെടുന്ന രോഹിത് മുംബൈ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഒരു കിടിലൻ റെക്കോർഡ് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഐതിഹാസിക ഗ്രൗണ്ടിൽ IPL സിക്സറുകളുടെ എണ്ണത്തിൽ സെഞ്ചുറി തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യ ബാറ്റ്സ്മാനായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ IPL 2025 മത്സരത്തിൽ താരം 16 പന്തിൽ 3 സിക്സറുകൾ ഉൾപ്പെടെ 26 റൺസ് നേടിയതോടെയാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചത്. IPL ചരിത്രത്തിൽ വിരാട് കോഹ്ലി, AB ഡിവിലിയേഴ്സ്, ക്രിസ് ഗെയിൽ എന്നിവർക്ക് ശേഷം ഒരു വേദിയിൽ 100 സിക്സറുകൾ നേടുന്ന 4ാമത്തെ കളിക്കാരനാണ് രോഹിത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വ്യക്തിയും രോഹിതാണ്. മുംബൈ ഇന്ത്യൻസിനായി ഇതുവരെ വിവിധ വേദികളിൽ 250 സിക്സറുകൾ രോഹിത് നേടിയിട്ടുണ്ട്. ഫ്രാഞ്ചൈസിക്ക് വേണ്ടി 259 സിക്സറുകൾ നേടിയ കീറോൺ പൊള്ളാർഡിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ മുംബൈ കളിക്കാരനാണ് അദ്ദേഹം. സൂര്യകുമാർ യാദവ് 122, ഹർദിക് പാണ്ഡ്യ 115, ഇഷാൻ കിഷൻ 106 എന്നിങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിനായി 100-ൽ കൂടുതൽ സിക്സറുകൾ നേടിയ മറ്റ് കളിക്കാർ. ഇത്തവണ IPLൽ രോഹിത്തിന് വലിയ സ്കോറുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. 6 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 82 റൺസ് മാത്രമാണ് ലഭിച്ചത്. 13.66 ശരാശരി റൺസ്. 26 റൺസാണ് സീസണിലെ ഉയർന്ന സ്കോർ. SRHനെതിരെ നന്നായി തുടങ്ങിയെങ്കിലും അത് വലിയ സ്കോറാക്കി മാറ്റാൻ രോഹിത്തിനായില്ല. നേരിട്ട് 16ാം പന്തിൽ പുറത്താവുന്നതിന് മുമ്പ് രോഹിത് 3 തവണ പന്ത് ബൗണ്ടറി പറത്തി. പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ ട്രാവിസ് ഹെഡിനെ ക്യാച്ച് നൽകിയായിരുന്നു മടക്കം. മുഹമ്മദ് ഷമിയുടെ പന്തിൽ നേടിയ ആദ്യ സിക്സർ വാങ്കഡെ സ്റ്റേഡിയത്തിലെ രോഹിത്തിന്റെ 100ാം സിക്സർ ആയിരുന്നു. തുടർന്ന് 2 തവണ കൂടി പന്ത് പറത്തിയതോടെ വേദിയിലെ സിക്സറുകളുടെ എണ്ണം 102 ആയി. വിരാട് കോഹ്ലി ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 130 സിക്സറുകൾ നേടിയിട്ടുണ്ട്. ഇതേ വേദിയിൽ ക്രിസ് ഗെയിൽ 127ഉം AB ഡിവിലിയേഴ്സ് 118ഉം സിക്സറുകൾ പറത്തി. വാങ്കഡെ സ്റ്റേഡിയത്തിൽ രോഹിത്തിന് ശേഷം IPLൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയത് കീറോൺ പൊള്ളാർഡ് 85, സൂര്യകുമാർ യാദവ് 48, അമ്പാട്ടി റായിഡു 43, ജോസ് ബട്ട്ലർ 41 എന്നിങ്ങനെയാണ്. ഈ വർഷത്തെ പ്രീമിയർ ലീഗ് ആരംഭിച്ചതു മുതൽ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. മുംബൈയുടെ ഓപ്പണർ റോളിൽ ഇറങ്ങുന്ന ഒരു പ്ലെയർ മോശം ഫോമിൽ തുടരുന്നത് ടീമിന്റെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുന്നുമുണ്ട്. ICC ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ വിജയശില്പിയായിരുന്ന രോഹിത്തിൽ നിന്ന് മുംബൈയും ആരാധകർ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായ പ്രകടനമാണ് വന്നിട്ടുള്ളത്. 0, 8, 13, 17, 18 എന്നിങ്ങനെയായിരുന്നു ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ രോഹിത് നേടിയ വ്യക്തിഗത സ്കോർ. ഇന്നലത്തെ മത്സരത്തിലും എടുത്തു പറയത്തക്ക സ്കോർ നേടിയിട്ടില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം നടന്നത്. അക്കൗണ്ട് തുറക്കാതെയാണ് ഈ കളിയിൽ രോഹിത് ശർമ്മ പുറത്തായത്. മുംബൈയുടെ 2ാമത്തെ മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയായിരുന്നു. ഈ കളിയിൽ രോഹിത് വീണത് വെറും 8 റൺസിനാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 13 റൺസ് എടുത്താണ് താരം പുറത്തായത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത KKR 116 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ മുംബൈ ഇന്ത്യൻസ് 12.5 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. തുടർച്ചയായ കളികളിൽ രോഹിത്തിന് തിളങ്ങാൻ സാധിക്കാതെ വരുന്നത് മുംബൈ ഇന്ത്യൻസിന് നൽകുന്ന തലവേദന ചെറുതല്ല. മുൻ വർഷങ്ങളിലെ IPL സ്കോറുകൾ കണക്കിലെടുത്താലും അത്ര മികച്ച റെക്കോർഡല്ല രോഹിത് ശർമ്മയ്ക്കുള്ളത് എന്ന് കാണാൻ സാധിക്കും. അവസാന 6 സീസണുകളിൽ നിന്ന് 24.8 ബാറ്റിംഗ് ശരാശരിയിൽ 1738 റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായിട്ടുള്ളത്. 2020-ൽ 12 കളികളിൽ നിന്ന് 332 റൺസ് നേടിയ രോഹിത് 2021-ൽ 13 കളികളിൽ നിന്ന് 381 റൺസാണ് സ്കോർ ചെയ്തത്. 2022-ലെ കണക്ക് നോക്കിയാൽ 14 മത്സരങ്ങളിൽ നിന്ന് ആകെ 268 റൺസ് മാത്രമാണ് രോഹിത് സ്വന്തമാക്കിയിട്ടുള്ളത്. 2023-ൽ 332, 2024-ൽ 417 എന്നിങ്ങനെയാണ് രോഹിത്തിന്റെ റൺ നേട്ടം.